The Lord said to Joshua, see, ഞാൻ നിനക്ക് പട്ടണത്തെ തന്നിരിക്കുന്നു, രാജാവിനെ തന്നിരിക്കുന്നു, യുദ്ധവീരന്മാരെ തന്നിരിക്കുന്നു. സ്പെസിഫിക്കലി എന്തുകൊണ്ട് ദൈവം ഈ 3 കാര്യങ്ങൾ സംസാരിച്ചു? പട്ടണത്തെ നിനക്ക് തരുവാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. യുദ്ധവീരന്മാരെ തരുന്നു, രാജാവിനെ തരുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. രാജാവ് ആണ് ഓർഡർ കൊടുക്കുന്ന ആൾ, അല്ലേ? അവിടുത്തെ യുദ്ധവീരന്മാർ, സൈന്യത്തിലെ ബലവാന്മാരെല്ലാം വർക്ക് ചെയ്യുന്നത് രാജാവ് അധികാരത്തോടെ കൽപ്പന പുറപ്പെടുവിക്കുമ്പോഴാണ്. ഇവിടെ ദൈവം എന്ത് പറയുന്നറിയോ? രാജാവിനെ നിന്റെ കയ്യിൽ, യുദ്ധം ചെയ്യുന്നവരെ നിന്റെ കയ്യിൽ. ഒന്ന്, ഇനി അധികാരിയായി രാജാവില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെയും ആധിപത്യം പുലർത്തിയിരുന്ന വ്യക്തി, അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നു, യുദ്ധവീരന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ചില യുദ്ധങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച ചില മാനസികമായി, ശാരീരികമായി നിങ്ങൾ അനുഭവിച്ച യുദ്ധങ്ങൾ, മൈൻഡ് ബാറ്റിലിംഗ് ആകട്ടെ, രോഗത്തോട് ബാറ്റിൽ ചെയ്യുന്ന അനുഭവമാകട്ടെ, ഇമോഷണൽ ബാറ്റിൽസ് ആകട്ടെ, ഇതിനെ ഇന്ന് കർത്താവ് ഈ വേർഡിൻ മുഖാന്തരം അവസാനിപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൂപ്പർ നാച്ചുറലി ദൈവത്തിൻ്റെ ഫേവർ അത് എവിഡൻ്റ് ആയി തീരട്ടെ. അത്ഭുതത്തിൻ്റെ കരം, ജയത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അയക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ ദൈവത്തിന് വേണ്ടി.